മറ്റൊരു കാര്യം എന്താ വെച്ചാല് ഈ പോസ്റ്റ്നേറ്റൽ കെയറിന് ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ ആൾക്കാർ പറയും അവിടെ പോയാല് നിങ്ങൾക്ക് പാല് കൂടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോറ് കൊടുക്കും എന്നുള്ളത്. അപ്പം എന്നിട്ട് അതുവഴി വെയിറ്റ് ഗെയിൻ ചെയ്യും, അതേപോലെ തന്നെ വയറ് ചാടും എന്നുള്ളത്. ഡയറ്റിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പ്രോപ്പർ പ്രിൻസിപ്പൾ ബേസ്ഡ് ആയിട്ട് ഡയറ്റ് പോകുന്നത്. നമുക്കൊരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് ഇവിടെ. ന്യൂട്രീഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ ഡയറ്റ് ചാർട്ട് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താ, പ്രിവെന്റ് പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻ ഡെഫിഷ്യൻസി, പിന്നെ ഇംപ്രൂവ് ലാക്ടേഷൻ ആൻഡ് ഇംപ്രൂവ് ജനറൽ ഹെൽത്ത്. ഇത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഡയറ്റ് ചാർട്ടാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രോട്ടീൻ ആയിട്ടുള്ളതും ഹെൽത്തി ഫാറ്റ് ഇൻക്ലൂഡിങ് ലോ ഗ്ലൈസമിക് കാർബ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഡയറ്റ് ചാർട്ട് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ അത് നല്ലോണം കഴിക്കാന്നല്ല, നല്ലപോലെ കഴിക്കാന്നുള്ളതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കൺസേൺ ആണ്, നിങ്ങൾ അവിടെ കുളിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം കോരി ഒഴിക്കുന്നതാണല്ലോ എന്നുള്ളത്. തിളപ്പിച്ച വെള്ളം തന്നെ, കുളിപ്പിക്കുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ബെയറബിൾ ഹീറ്റ്. അതെ അതെ, അതാണ് കുളിപ്പിക്കുന്ന വെള്ളത്തിന്റെ അത് ടെമ്പറേച്ചർ. ബോത്ത് ബേബിയും അതേപോലെ തന്നെ മദർ. ബേബിക്ക് മധുരം ബെയറബിൾ ഹീറ്റ് എന്നുള്ള ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യാം. അല്ലാതെ ഇത് തിളപ്പിച്ച വെള്ളമാണ്, തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ സ്റ്റിച്ചിലൊക്കെയാണ് തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ യൂസ് ചെയ്യുക. ഈ വേദുകുളിന്റെ കഷായ പാറ്റിന്റെ വെള്ളം പാറ്റണം, അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യും. ഈ ബെയറബിൾ ഹീറ്റ് എന്നുള്ള ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യും.